ആശാനെ വന്നോ? അനുരാഗം വന്നു. അനുരാഗം വന്നോ? ആർക്കെ? എനിക്കോ? അനുരാഗം ബസ് വന്നോ? ഓ, അനുരാഗം ബസ്. അതിനുവേണ്ടിയല്ലേ ഈ കംപ്ലീറ്റ് ജനവും കാത്തു നിൽക്കുന്നത്. ചേട്ടാ, ബാക്കിയുള്ളൊരു കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ലൈൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വന്ന് ചാടിക്കോളും പണ്ടാരങ്ങള്. ചേട്ടാ, അനുരാഗം ബസ് വന്നു പോയോ? ചേട്ടാ വന്നുപോയി. അതിലാരും നിന്റെ അമ്മായിമ്മ വന്നിറങ്ങണ്ട. ഞങ്ങളുടെ നാട്ടിലെ കാണാൻ കൊള്ളാവുന്ന 5-6 പെമ്പിള്ളേരുണ്ടെന്ന് വെച്ച് ഭൂമിയിലുള്ള സകല വായി നോക്കിയും കൂടി ഇവിടെ വന്നാ ഇവിടെയുള്ള ഞങ്ങൾ എന്ത് ചെയ്യടാ? നിന്റെ ഒന്നും നാട്ടിൽ നല്ല പെമ്പിള്ളേരില്ലേ ഇങ്ങോട്ട് വന്ന് കയറാൻ? അതെ, ഞങ്ങളുടെ നാട്ടിൽ നല്ല പെമ്പിള്ളേരില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നല്ല ആമ്പിള്ളേരില്ലാത്തോണ്ടാ. എന്നാ പാടാ, ഇവിടെ നല്ല ആമ്പിള്ളേരുണ്ടോ ഇല്ലേന്ന് ഇപ്പൊ തന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? നമുക്ക് ആളമണ്ണം പങ്കിട്ടെടുക്കാൻ മാത്രം പെമ്പിള്ളേർ ആ ബസ്സിലോ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അപ്പൊ ഈ ബഹളം? വരുന്ന അടുത്തവന്മാര്. വിട്ടോ, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇന്ന് ബസ്സിൽ അവര് മാത്രമല്ല, അവരുടെ ചേട്ടൻ ഹിറ്റ്ലറുണ്ട്. ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? സുലൈമാനെ, ടിക്കറ്റ് 5 പെൺകുട്ടികൾ മുൻപിലുണ്ട്. ഇങ്ങോട്ട് പെമ്പിള്ളേർ ഇറങ്ങുമ്പോ ചവിട്ടുപടി എന്ന് പറയുന്നു. ബസ്സിലെ തൊട്ടാലുണ്ടല്ലോ. എന്തായി കാണിക്കുന്നത്? തല്ലേ മാത്രമല്ല, നിനക്കൊക്കെ തോണ്ടാനും ചിക്കാനും അല്ല ഞാൻ എന്റെ പെൺകുട്ടികളെ ബസ്സിൽ വിടുന്നത്. ബസ്സിൽ വിടാണ്ട് വല്ല കാറിലും വിടണോ? കാറിലല്ല, നിന്നെ വിമാനത്തിൽ വിടാടാ. ഇങ്ങോട്ട് ഇറങ്ങി വേണം അതൊരു അവനെ ഇങ്ങോട്ട് വിടേ, ഞാൻ അവനെ വിമാനത്തിൽ കയറ്റാം. അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ. മേലാൽ ഈ ബസ്സിൽ കയറുന്ന എന്റെ പെങ്ങന്മാരുടെ ദേഹത്തെങ്ങാനും കയറി ഉറഞ്ഞ ഒരിഞ്ഞുകളെ ഞാൻ. നിന്നെ ഒന്നും മാത്രമല്ലടാ, വേറെ ചില അവന്മാരെ എനിക്ക് ഇവിടെ കാണാനുണ്ട്. എന്റെ പെൺകുട്ടികളെ വഴിയെ പോകുമ്പോ കൈവീശി കാണിക്കുകയും വിസിലടിക്കുകയും ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളെ. നോക്കൂ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിന്നോടല്ല, നീ നിന്റെ ജോലിയുടെ. ഇത് റിഹേഴ്സലാ. അവൾക്ക് ഞാൻ ഇന്നൊരു എഴുത്ത് കൊടുക്കാൻ പോവുക, അതിന്റെ റിഹേഴ്സൽ. എന്തൊക്കെ സംഭവിച്ചാലും ഈ എഴുത്ത് ഞാൻ ഇന്ന് അവൾക്ക് കൊടുത്തിരിക്കും. എന്റെ എഴുത്ത് വായിച്ചാ അവൾക്ക് മറുപടി തരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഹൃദയമാണ് ഞാൻ തുറന്നു കാണിക്കാൻ പോകുന്നത്. നീ ഹൃദയമല്ലേ, അല്ലാണ്ട് കക്ഷമൊന്നുമല്ലല്ലോ തുറന്നു കാണിക്കുന്നത്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന. എനിക്ക് വെറുതെ കിട്ടുന്നല്ലേ ഇങ്ങനെ കക്ഷത്തിലേക്ക് എടുത്ത് കമത്താൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചീപ്പുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രയ്ക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രയ്ക്ക് ചീപ്പാൻ പാടില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഈ എഴുത്ത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അതിനുള്ള മറുപടി വാങ്ങിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്, കേട്ടോ? ഇത്ര പെട്ടെന്ന് കൊടുത്തോ? കൊടുക്കാൻ അവർ തനിച്ചല്ല, കൂടെ ആ ഹിറ്റ്ലറും ഉണ്ട്. ഹിറ്റ്ലറോ? എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്? പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പോടാ. നിന്നെ ഇതിനകത്ത് കണ്ടാൽ അത് മതി. അയാൾ വന്ന് എന്റെ കട കൂടി തല്ലി പൊളിക്കും. അതിന് പണിയുണ്ട്. ഇത് ആളറിയാണ്ടിരിക്കാനാ. അയാൾ ചോദിച്ചാ വേറെ ആളാണെന്ന് പറഞ്ഞാൽ മതി, കേട്ടാ? ഒന്ന് പോയടാ. ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ മാറിത്തരാം. താങ്ക് യു. തന്നോടാ എനിക്ക് പറഞ്ഞ. എന്റെ മുടി വെട്ട്. നിന്റെ മുടിയിലെ കഴുത്തോട്ടേണ്ടത്. കഴുത്താവിടുന്നു. എനിക്കിന്ന് പ്രശ്നമില്ല. കൂട്ടിരിക്കരുത്. വിടാനാ പറഞ്ഞു. പോടാ പോർക്കെ, പോടാ പട്ടി.
ദാ. ദാ, ദാ അവിടെ നിൽക്കാൻ. ദേ, ആള് മാറിപ്പോയി, ഇത് വേറെ ആളാണ്. അവിടെ നിൽക്കാൻ. ദാ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യല്ലേ, ഒരു ഭ്രാന്തനാണ്. പറഞ്ഞോ. ഇവിടെ വേണം ഇവിടെ. അമ്മായി എന്തോ എന്റെ മാധവൻകുട്ടി ഇത് ഇങ്ങനുണ്ടോ ഒരു കൊലവിളി? കയ്യിലിരുന്ന ഭരണിയും പൊട്ടിച്ചു, തൈരും കളഞ്ഞു, മനുഷ്യന്റെ പ്രാണനും പോയി. എവിടെ അവൻ? അമ്മായിയുടെ പുന്നാരമൻ ബാലേന്ദ്രൻ. ഇതിനാ നീ അട്ടഹാസം മുഴക്കി ഇങ്ങോട്ട് വന്നത്? അവനെ കാണാനായിരുന്നെങ്കിൽ നീ നേരെ അങ്ങ് ബാങ്കിലോട്ട് പോയാ പോരായിരുന്നോ? എന്നാ ഞാൻ നേരെ ബാങ്കിലോട്ട് ചെന്ന് അവന്റെ കരണക്കുറ്റി കിട്ടി പൊടിച്ചു വരാം. ആ. അയ്യോ, എന്താ കാര്യം മാധവൻകുട്ടി? ഏയ്, അവിടെ ചെന്ന് അവൻ അടി കൊടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? അവന്റെ തലക്കകത്തുന്ന പിണ്ണാക്കാണോ? എന്റെ വീട് നിറച്ച് പെമ്പിള്ളേരാണ്, അത് പോട്ടെ. ഇവിടെ ഇല്ലേ പ്രായപൂർത്തിയായ ഒരെണ്ണം? ആ വിചാരം ആ കഴുതയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ വിടുവോ? ആരെ നിരങ്ങാൻ വിട്ടുന്നാ നീ പറയുന്നേ? അവന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞവർ തന്നെ ഇവിടെ കയറി ഇറങ്ങി മെഴുകുന്നില്ലേ? അവൻ തന്നെ ഇതായിരിക്കുന്നു ഇവൻ തന്നെ ആള്. ഇവന്മാര് തമ്മിൽ എന്താ കല്യാണം കഴിച്ചോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഫോട്ടോ എടുക്കാൻ? അയ്യോ, ഇവനാണോ? ഇവൻ നമ്മുടെ ഹൃദയഭാനു അല്ലേ? ഏ? ഹൃദയഭാനു. ഹൃദയഭാനു പേര് കേട്ടാൽ അറിയാൻ വിട്ടിയാണെന്ന്. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു പേരിടുവോ ഹൃദയഭാനു എന്ന്? ദേ അമ്മാവൻ വന്നു. നിന്റെ ഈ ചാട്ടം വെള്ളമൊക്കെ ഒന്ന് നിർത്തണ്ട മാധവൻകുട്ടി. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ നിന്നെ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കവലയിൽ എന്തായിരുന്നു പ്രശ്നം? നീ ആ ബസ് വരെ അടി ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് പിന്നെ അവന്മാര് നേരെ പെമ്പിള്ളേര് ബസ്സിൽ കയറാൻ സമ്മതിക്കലെന്ന് വെച്ചാ പിന്നെ വേറെ ആരെയാ റോഡിലോട്ട് ഓടിച്ചു കേട്ടല്ലോ? അതാരെയാ? നമ്മുടെ ഹൃദയഭാനുവിന് ഇവന്റെ പെമ്പിള്ളാരുടെ പിന്നാലെ നടക്കുന്നു പറഞ്ഞ. പിന്നെ ഹൃദയഭാനു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെയും നോട്ടം ഇട്ടിരിക്കുന്ന ചോദിക്കട്ടെ? നീ ഒന്ന് ചുമ്മാ ഇരിക്കവരി. അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ. അങ്ങനെ പാട്ടിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ അറിയണ്ടേ അയാൾ ആരുടെ പിന്നാലെ നടക്കുന്നതെന്ന്? വിട്ടെ, വീടാൻ. ആരെയാ? നമ്പർ 1 സീത സീത. നമ്പർ 2 അമ്മു. നമ്പർ 3 ഗായത്രി. നമ്പർ 4 തുളസി. അയ്യോ, എടി തുളസി, നിനക്കടി നറുക്ക് വേണ്ടിയിരിക്കുന്നത്. ഒന്ന് പോന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പറഞ്ഞതാണോ? അയാൾ പറഞ്ഞതല്ലേ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രേമിച്ചാ മതി. ചീന്നോ? ഗൗരിയർത്തി, ദേ കളി മതിയായിക്കോളൂ കേട്ടോ. മാധവേട്ടൻ വന്ന് കണ്ടാ മതി, അതോടെ എല്ലാം തീരും. മാധവേട്ടൻ എതിർത്താലോ എന്ന് ചോദിക്കാം. എന്റെ ഈശ്വര, ഇവൾക്കിത് എന്തിന്റെ വട്ടാ? മാധവൻ കുട്ടിയേട്ടനില്ലേ? ഹിറ്റ്ലർ ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? ആൾ എതിർത്താലോ? എന്ത് ചെയ്യും? എതിർത്താലോ? ഫൈറ്റ് ചെയ്യും. മരണം വരെ ഫൈറ്റ് ചെയ്യും. മാധവേട്ടൻ ഇതേതാ ഈ പൈതലാൻ? ഈ ഗൗരിയുടെ ഒരു കാര്യം. ഇങ്ങ് പോരെ ചേച്ചി, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ.
വേറൊരുത്തും വന്ന് കുറ്റി അടിച്ചല്ലോ. അയ്യോ എന്നെ തല്ലല്ലേ, വേറൊന്നുമില്ല, എന്റെ സൈക്കിളിൽ ചെയ്യുന്ന എന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ നിന്റെയൊക്കെ സൈക്കിളിലെ ചെയ്യാനല്ല മറ്റു പലതൊക്കെ തെറ്റൂടാ കുട്ടി തേവാങ്കെ. അയ്യോ അടിക്കല്ലേ, ഞാൻ കോമ്പാറയിലെയാ. കോമ്പാറയിലെ മൂത്താൾ കൃഷ്ണനുണ്ണിയുടെ മോനാ ചന്തു. നിന്റെ അച്ഛനും അച്ഛന്മാരും പറഞ്ഞാണോ എന്റെ വീടിന്റെ മുമ്പിൽ ഒന്ന് വൃത്തിയോട് കാണിക്കാൻ? അയ്യോ അല്ലല്ല, അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. എന്നാൽ അവരല്ല. ഇനി നീ ഈ വീടിന്റെ വാതക്ക് വന്നാൽ നിന്നെ കൊല്ലുന്നവൻ ഞാനായിരിക്കും. ഇപ്പൊ നിന്നെ ഞാനൊന്നും ചെയ്യാതെ വിടുന്നത് നീ കോമ്പാറയിലാണെന്ന് കേട്ട് ഭയന്നിട്ടല്ല, അറച്ചിട്ട് പോടാ. ഓ ഒന്ന് പോടാ ഹിറ്റ്ലറെ, ധൈര്യം ഇങ്ങോട്ട് വേടാ.